പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. മാടായിക്കോണം PK ചാത്തൻ മാസ്റ്റർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലേക്ക് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 24 ലക്ഷം വിനിയോഗിച്ചു വാങ്ങിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫും അധ്യാപക രക്ഷാകർത്താ ദിനത്തിന്റെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺസ് ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർമാരായ റൈബി ജോബി, ബൈജു കുറ്റിക്കാടൻ, അജിത് കുമാർ KV, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജു MS, BPC സത്യപാലൻ KR, സനോജ് MR, പ്രേംജി PG, അരുൺ VM, PB സത്യൻ, ശരണ്യ അനിൽകുമാർ, ജിനി രാജേഷ്, ഇഷ ഫാത്തി എന്നിവർ ആശംസകൾ നേർന്നു. ഹെഡ് മിസ്ട്രസ് ഷെൽബി ET സ്വാഗതവും അധ്യാപക പ്രതിനിധി ജോയ് C. ജോയ് നന്ദിയും പറഞ്ഞു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. എല്ലാ കുട്ടികൾക്കും ഏറ്റവും മികച്ച പഠന സാഹചര്യങ്ങൾക്ക് അർഹതയും അവകാശവുമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പഠന നിലവാരം ഉയർത്താനും ഉതകുന്ന വിധത്തിലുള്ള ജാഗ്രതാപൂർണമായ ഇടപെടലുകൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ വളരെ ശ്രദ്ധാപൂർവം ഓരോ വിഷയവും അതിൻ്റെ ഏറ്റവും ചെറിയ വിശദാംശങ്ങളടക്കം ശ്രദ്ധിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഗുണമേന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ നാനാമുഖ പരിശ്രമങ്ങൾ വലിയ വിജയം കാണുന്നു എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ സ്കൂൾ എഡ്യൂക്കേഷനിൽ, അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കേരളം 1ാം സ്ഥാനം കൈവരിക്കുന്നതിലൂടെ നാം തെളിയിക്കുന്നു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ പുതിയ സംരംഭകർക്കായി മുകുന്ദപുരം താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും ഇരിങ്ങാലക്കുട നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംരംഭകത്വ ശില്പശാല മുനിസിപ്പൽ ടൗൺ ഹാളിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മിനി ജോസ് ചാക്കോള, റോണി പോൾ മാവേലി, പ്രവീൺസ് ഞാറ്റുവെട്ടി, നഗരസഭാ സെക്രട്ടറി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. വ്യവസായ വികസന ഓഫീസർ സതീഷ് EK സ്വാഗതവും ഡെൽഫ്രിൻ ഡേവിസ് നന്ദിയും പറഞ്ഞു. തൊഴിൽ ആരംഭിക്കുമ്പോൾ അതിന് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ നമ്മളെപ്പോഴും നെഗറ്റീവായി ചിന്തിക്കാണ്ട് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് വേണം നമ്മളൊരു തൊഴിലിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തും. പിന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ നിങ്ങളോട് കൈകോർത്ത് ഇട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഈ 25-26 സാമ്പത്തിക വർഷത്തിൽ ഒരു 24 ലക്ഷം രൂപ വെച്ചിരുന്നു. അത് നിങ്ങൾക്ക് സബ്സിഡിയോട് കൂടിയിട്ടുള്ള ലോൺ തരുന്നതിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ അതിലൊരു 12 ലക്ഷം ബാക്കിയുണ്ടെന്നാണ് പറഞ്ഞത്. അതിനുള്ള ആപ്ലിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിലേക്ക് മുൻകൈ എടുത്ത് വരണം. പിന്നെ പലതരത്തിലുള്ള വ്യവസായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ചെറിയ ചെറിയ വ്യവസായങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള വ്യവസായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മളുടെ ഇന്നത്തെ വിപണി കൈയടക്കാൻ ഏതാണോ പറ്റുന്നത് അത് നോക്കിക്കൊണ്ട് വേണം നമ്മളൊരു വ്യവസായം ഏറ്റെടുക്കാൻ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലത്തെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വിപണനത്തിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ BTechും അതുപോലുള്ള നല്ല നല്ല ഡിഗ്രികൾ എടുത്ത് പാസ് ഔട്ടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ജോലി ഇല്ലാത്തൊരവസ്ഥ നമുക്കറിയാം. നമ്മുടെ പ്രദേശത്ത് നിന്ന് കുട്ടികളില്ല, എല്ലാവരും പുറം നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ എന്തെല്ലാം ജോലികൾ ഉണ്ടെന്ന് കണ്ടെത്തി അത് ചെയ്യാനായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ എനിക്കറിയാം പൊറശ്ശേരി പഞ്ചായത്തിൽ ഇതേപോലെ തന്നെ ഞങ്ങൾ കൃഷിയുടെ ഒരു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം നൽകുന്ന 2025-2026 വർഷത്തെ ഫാദർ ഡിസ്മസ് അവാർഡിന്
കണ്ണൂർ സമരിറ്റൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിലെ ഡോക്ടർ ലില്ലി KJ അർഹയായതായി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആതുര ശുശ്രൂഷ രംഗത്ത് 50 വർഷത്തിലേറെ പരിചയ സമ്പത്തുള്ള ഡോക്ടർ KJ ലില്ലി ഗ്രാമീണ മേഖലയിലെ ദീർഘകാലത്തെ സേവനത്തിലൂടെയും പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിലൂടെയും ശ്രദ്ധേയയായതായി വീടുകൾ കേന്ദ്രീകരിച്ചുള്ള വയോജന പരിചരണത്തിലെ നേതൃത്വവും സമരിറ്റൻ ഓൾഡ് ഏജ് ഹോം സഹസ്ഥാപക എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും ഡോക്ടർ ലില്ലിയെ അവാർഡിന് അർഹയാക്കി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം നൽകിവരുന്ന ഫാദർ ഡിസ്മസ് അവാർഡ് സാമൂഹ്യ സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ നൽകുന്നവരെ ആദരിക്കുന്ന പുരസ്കാരമാണ്. ഓരോ വർഷവും വ്യത്യസ്ത സേവന മേഖലകളെ തെരഞ്ഞെടുത്താണ് അവാർഡ് നൽകുന്നത്. ഈ വർഷത്തെ ഫാദർ ഡിസ്മസ് അവാർഡ് വാർദ്ധക്യകാല പരിചരണ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവർക്കാണ് നൽകുന്നത്. മാർച്ച് 10-ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കലാലയമാണല്ലോ ക്രൈസ്റ്റ് കോളേജ്. കുറേ അവാർഡുകൾ ക്രൈസ്റ്റ് കോളേജ് കരസ്ഥമാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള കോളേജുകളെ സ്പോർട്സ് പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനം കൂടെയാണ് ഈ അവാർഡിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ ബെസ്റ്റ് സ്പോർട്സ് പ്രൊമോട്ടിംഗ് ഉള്ള കോളേജിനുള്ള അവാർഡ് പോകുന്നത് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിനാണ്. ഏറ്റവും നന്നായിട്ട് അവർ സ്പോർട്സ് രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ്. അവർക്കാണ് ഈ വർഷത്തെ നമ്മുടെ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അവാർഡിനുള്ള ഇത് കൊടുത്തിട്ടുള്ളത്. ജോസ് തെക്കനച്ചൻ്റെ പേർക്കുള്ള നാഷണൽ ലെവൽ പുരസ്കാരം നമ്മൾ നൽകുന്നത് ഈ വരുന്ന മാർച്ച് 10-ാം തീയതിയാണ്. ഈ വർഷത്തെ പുരസ്കാരം ലഭിക്കുന്നത് ഡോക്ടർ നൈജിൽ തോമസ്. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ തെക്കനച്ചൻ്റെ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള മേഖലയിൽ കെമിസ്ട്രി വിഭാഗം അധ്യാപകനാണ്, വിലയിരുത്തിക്കൊണ്ടാണ് ആ പുരസ്കാരം നമ്മൾ നൽകുന്നത്. ഈ പുരസ്കാര ദാന ചടങ്ങിൽ തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 3-4 മറ്റ് പുരസ്കാരം കൂടി നമ്മൾ നൽകുന്നുണ്ട്. തെക്കനച്ചൻ്റെ പുരസ്കാരം ബഹുമാനപ്പെട്ട K. രാധാകൃഷ്ണൻ സാറ്, ഫോമർ ചെയർപേഴ്സൺ ഓഫ് ISRO, സച്ചിദാനന്ദൻ സാറ്, TK നാരായണൻ സാറ്, ഉസ്മാൻ സാറ്, ഫ്രാൻസിസ് കുരിശ്ശേരിച്ചൻ എന്നിവർ അടങ്ങിയ ഒരു ജൂറിയാണ് വിലയിരുത്തിക്കൊണ്ട് നൈജിൽ തോമസിന് ഈ പുരസ്കാരം നമ്മൾ നൽകുന്നത്. ഈ പുരസ്കാരദാനത്തോടൊപ്പം തന്നെ ഇത് 7 തവണ ഇതിനു മുമ്പ് നമ്മൾ നൽകിയിട്ടുണ്ട്. 8ാമത്തെ പുരസ്കാരമാണ് ഈ വർഷത്തെ പുരസ്കാരം നമ്മൾ നൽകുന്നത്. മനോഹരമായിട്ടുള്ള ഈ ചടങ്ങിൽ ഇതിനോട് ചേർത്തുകൊണ്ട് ക്രൈസ്റ്റ് കലാലയത്തിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും ഈ കലാലയം പടുത്തുയർത്തുന്നതിൽ ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഷൺമുഖം കനാൽ പരിസരത്തെ ശുദ്ധജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്ത്. പ്രദേശവാസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ BJP മണ്ഡലം ഭാരവാഹികൾ ശുദ്ധജലം ലഭിക്കാത്ത വീടുകളിലെത്തി അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ശുദ്ധജലം വിതരണം ചെയ്തു. തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ 24 മണിക്കൂറിനകം പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. BJP മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, ജില്ലാ സെക്രട്ടറി അഖിലാഷ് വിശ്വനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സുബീഷ് PS, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, ലിഷോൺ ജോസ്, ബാബുരാജ്, റീജ, രതീഷ്, ഹരി, അജിത് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് പരിസരത്തുള്ള ഷൺമുഖം കനാൽ സമീപം, അതായത് വാർഡ് 19, 20 ഭാഗത്തെ ജനങ്ങളുടെ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് ഭാഗമായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഷൺമുഖം കനാൽ പരിസരത്തെ സമീപവാസികൾക്ക് 10-14 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അറിയാൻ സാധിച്ചത് KSTPയുടെ പണി മൂലം അതുപോലെ പൈപ്പ് ലൈനിന്റെ തകരാറ് മൂലമാണ് വെള്ളം എത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ അത് എത്രയും വേഗം 24 മണിക്കൂറുകളിൽ ആ പ്രശ്നപരിഹാരം കാണാമെന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കൂടി അറിയിക്കും. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ വിവിധ യൂണിറ്റുകളുടെയും
സുമനസുകളുടെയും സഹായത്താൽ നിർമ്മാണം പൂർത്തീകരിച്ച 7ാമത്തെ വീടിന്റെ താക്കോൽ ദാന കർമ്മം കാളത്തുപറമ്പിൽ പ്രകാശിന്റെ കുടുംബത്തിന് കൈമാറി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. സാങ്കേതിക കാരണങ്ങളാൽ സംസ്ഥാന സർക്കാരിന്റെ മറ്റ് ഭവന നിർമ്മാണ പദ്ധതികളിൽ ഉൾപ്പെടാതെ പോയ പ്രകാശിന്റെ കുടുംബത്തിന് ഇത് സ്വപ്ന സാക്ഷാത്കാരമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, ഫാദർ ജോയ് പേണിക്കപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.